നോക്കാം. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥയിൽ പാർട്ടി നേതൃത്വത്തിന് വിമർശനം. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് P ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചെന്ന വാർത്തകൾ വന്നപ്പോൾ നേതൃത്വം വ്യക്തത വരുത്തിയില്ല എന്നാണ് പരാമർശം. മകനെ സ്ഥാനാർത്ഥിയാക്കാൻ BJP ശ്രമിച്ചെന്നും EP ജയരാജൻ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഇതിനായി BJPയിലെ ഒരു വനിതാ നേതാവ് പലതവണ മകനെ വിളിച്ചെന്നും EP ജയരാജൻ പറഞ്ഞു. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളായിട്ടുണ്ട്. ഫെലിക്സ്, അങ്ങനെ കൂടുതൽ വിമർശനങ്ങളുണ്ടോ ആത്മകഥയിൽ? ദിവിഷ്, ഇന്ന് വൈകുന്നേരമാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥ ഇതാണ് എന്റെ ജീവിതം എന്ന പേരിൽ പുറത്തിറക്കിയ ആത്മകഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തത്. അതിലാണ് ചില വിമർശനങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്. അതായത് പി ജയരാജൻ EPക്കെതിരെ ചില വിമർശനങ്ങൾ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു. അന്ന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ EP ഉണ്ടായിരുന്നില്ല. പിന്നീട് അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇന്ന വിഷയങ്ങളിലാണ് എന്ന് P ജയരാജൻ വ്യക്തമായി മറുപടി നൽകുകയും ചെയ്തു. പക്ഷെ അതിൽ CPMന്റെ സംസ്ഥാന നേതൃത്വം അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയില്ല. അങ്ങനെ വ്യക്തത വരുത്തിയിരുന്നു എങ്കിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെ ഇല്ലാതാകുമായിരുന്നു എന്നതാണ് CP പ്രധാനമായും ഈ ആത്മകഥയിൽ പറയുന്നത്. എന്താണ് പ്രധാനപ്പെട്ട കാര്യം? തനിക്കെതിരെ ഉയർന്ന തന്നെ LDF കൺവീനർ സ്ഥാനത്ത് കാര്യം അത് തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. അറിയിക്കുകയാണ് താൻ നടത്തിയത്. അതിനുള്ള